അല്ല ഗൈസ്, അപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് 2 ദിവസം മുന്നേ നമ്മൾ സ്വിഗ്ഗി ഓടുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു 1700 നമ്മൾ അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നമ്മൾ 1700 അച്ചീവ്മെന്റ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം ഒരു 8 മണിക്ക് എന്തോ ആണ് ഇതിന്റെ എമൗണ്ട് നമ്മുടെ സ്വിഗ്ഗിയുടെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ 1700 ഓടിയിൽ നമുക്കതിൽ വന്നിരിക്കുന്നത് 991 രൂപയാണ്. 79 രൂപ, അറ്റ്ലീസ്റ്റ് 80 രൂപ അടുപ്പിച്ച് അവർ പിടിച്ചിട്ടുണ്ട്. സാധാരണ അവരിങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ എന്തോന്നും പറഞ്ഞ് കാണിക്കാം. പക്ഷെ ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല, പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ 202 രൂപ നമ്മളെ നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ്, ഇതിന് മുമ്പേ കിട്ടിയ ഫ്ലോട്ടിംഗ് ക്യാഷും അത് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാനുള്ളത് 789 രൂപയാണ്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് സംഭവം ക്രെഡിറ്റ് ആയി. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. അത് ഞാൻ വേറെ പർപ്പസിന് യൂസ് ചെയ്യില്ല, സ്വിഗ്ഗിയുടെ പൈസ വരാൻ വേണ്ടിയാണ് ആ ഇന്ത്യൻ ബാങ്ക് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കുറച്ചു കാലം കൊണ്ട് ഞാൻ അങ്ങനെ വലുതായി യൂസ് ചെയ്യില്ല, സീറോ ബാലൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു 789 അക്കൗണ്ട് വീണ് അപ്പം തന്നെ അവർ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോയി. നമുക്കൊന്നും കിട്ടിയില്ല. 150 രൂപ പെട്രോൾ അടിച്ചിട്ട് വെറുതെ ഓടി, ഫുൾ നഷ്ടം. അപ്പോൾ സ്വിഗ്ഗി തുടങ്ങിയിട്ട് 8-9 വർഷമായി. എനിക്ക് തോന്നുന്നു കറക്റ്റ് തോന്നുന്നത് 8 വർഷം എന്നാണ് തോന്നുന്നത്. ഇത്രയും വർഷമായിട്ടും കിലോമീറ്ററിന് അവർ ഇതുവരെയും ചാർജ് കൂട്ടിയിട്ടില്ല. 5 രൂപ തന്നെയാണ് അവർ തുടങ്ങിയപ്പോൾ തൊട്ട്. ഈ റീസൺ ഈ 2025 5 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അതായത് 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് 25 രൂപയാണ് റൈഡേഴ്സിന് കിട്ടുന്നത്. പെട്രോളിന് വില വർദ്ധിച്ചിട്ടും ഇവർ ഇതുവരെയും റൈഡേഴ്സിൻ്റെ ഉള്ള കിലോമീറ്ററിന് എമൗണ്ട് ഇതുവരെയും വർദ്ധിച്ചിട്ടില്ല.